രാമായണ മാസം 24-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യുദ്ധകാണ്ഡത്തിലേക്ക് കടക്കുകയാണ്. രാമരാവണ യുദ്ധവും രാവണവധവും സീതയെ വീണ്ടെടുക്കലും ശ്രീരാമന്റെ അയോധ്യ പ്രവേശവും ശ്രീരാമ പട്ടാഭിഷേകവുമാണ് ഈ കാണ്ഡത്തിലെ മുഖ്യ പ്രമേയങ്ങൾ. യുദ്ധപ്രാധാനമായിരിക്കുന്നതിനാൽ ഈ കാണ്ഡത്തിന് യുദ്ധകാണ്ഡം എന്നും പേര് നൽകിയിരിക്കുന്നു. ശ്രീരാമസ്തുതിയോടുകൂടിയാണ് യുദ്ധകാണ്ഡം തുടങ്ങുന്നത്. ശ്രീരാമകഥയാകുന്ന അമൃതപാനത്താൽ ലഭിക്കുന്ന സമ്പൂർണ്ണ രസാനുഭവത്തിന് തുല്യമായി മറ്റൊന്നില്ല. ശാരിക പൈതലെ, മനോഹര രാമായണ യുദ്ധം നീ പറഞ്ഞു തരൂ, എങ്കിൽ മനസ്സ് തെളിഞ്ഞ് കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് കിളിമകൾ പറഞ്ഞു തുടങ്ങി. ചന്ദ്രശേഖരനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ചന്ദ്രിക പോലെയുള്ള പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ശ്രീ പാർവതിയോട് പറഞ്ഞു: ചന്ദ്രാനനിയായ പ്രിയേ, ശ്രീരാമന്റെ പവിത്രമായ കഥ നീ ശ്രദ്ധിച്ചു കേൾക്കൂ. ലോകനാഥനും താരക ബ്രഹ്മസ്വരൂപനും കരുണാകരനുമായ ശ്രീരാമചന്ദ്രൻ ഹനുമാൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വർദ്ധിച്ച സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു: ഹനുമാൻ ചെയ്ത കാര്യം ചിന്തിച്ചാൽ ദേവന്മാർക്ക് പോലും അസാധ്യമായ ഒന്നത്രേ. 100 യോജന വിസ്താരമുള്ള സമുദ്രം അനായാസം ചാടിക്കടന്ന് രാക്ഷസവീരരെ വധിച്ച് ലങ്ക ചുട്ടുകരിച്ചത് അത്ഭുതകരം തന്നെ. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ആർക്കും ഒരു കാലത്തും ഒരിടത്തും ഉണ്ടാവുകയില്ല. ഹനുമാൻ സീതയെ ഒറ്റയ്ക്ക് പോയി കണ്ടു വന്നത് കാരണം എന്നെയും സൂര്യവംശത്തെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും എല്ലാം രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ നടന്നതെല്ലാം നന്നായി. ഇനി എങ്ങനെ ഈ കടൽ കടക്കും? മുതല, മകരമത്സ്യങ്ങൾ, നീർച്ചുഴികൾ എന്നിവയെല്ലാം നിറഞ്ഞ ഭയങ്കരം സമുദ്രം കടന്ന് രാവണനെ സൈന്യത്തോടുകൂടി വധിച്ച് എന്നാണ് എനിക്ക് ദേവിയെ കാണാൻ കഴിയുന്നത് ദൈവമേ? ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിന്റെ ദുഃഖം ശമിപ്പിക്കാൻ സുഗ്രീവൻ പറഞ്ഞു: സമുദ്രം കടന്ന് ലങ്ക ചുട്ടുകരിച്ച് രാവണനെ വംശത്തോടെ വധിച്ച് ഞാൻ ദേവിയെ കൊണ്ടുവരുന്നുണ്ട്. അതിനാൽ ഇക്കാര്യം ഓർത്തങ്ങ് ദുഃഖിക്കരുത്. ഈ ചിന്ത കാര്യതടസ്സമുണ്ടാക്കും. ഈ കാണുന്ന വാനരന്മാരെ ആർക്കും ജയിക്കാൻ കഴിയുകയില്ല. തീയിൽ ചാടാൻ പറഞ്ഞാലും ഇവരാരും പിന്നെ ആകട്ടെ എന്ന് പറയുന്നവരല്ല രഘുപതി. ഇനി കടൽ കടക്കാനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്. നാം ലങ്കയിൽ ചെന്നെത്തിയാൽ ലങ്കേശ്വരനായ രാവണൻ മരിച്ചെന്ന് ഉറപ്പിച്ചു കൊള്ളുക. ഒരു മഹായുദ്ധത്തിൽ അങ്ങേ എതിരിട്ട് നിൽക്കാൻ ആർക്കാണ് കഴിയുക? അമ്പുകൊണ്ട് സമുദ്രം വറ്റിച്ചു കളയാം, ശരം കൊണ്ട് തന്നെ സേതുവും നിർമ്മിക്കാം. നല്ല ലക്ഷണങ്ങൾ കാണുന്നു. ഏതു വിധത്തിലായാലും വിജയം അങ്ങേക്ക് തന്നെ. ഇങ്ങനെ ഭക്തിയും ശക്തിയും ചേർന്ന സുഗ്രീവ വചനങ്ങൾ കേട്ടിട്ട് ശ്രീരാമൻ മുമ്പിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന വായുപുത്രനായ ഹനുമാനോട് ഇങ്ങനെ ചോദിച്ചു: ലങ്കാ നഗരിയിലെ വൃത്താന്തങ്ങൾ സംശയരഹിതമായി എന്നോട് പറയുക. കോട്ടമതിൽ, കിടങ്ങ് എന്നിവയെല്ലാം വാക്കുകളിലൂടെ വിവരിച്ച് എനിക്ക് വ്യക്തമാക്കി തരിക. ഇത് കേട്ട് സന്തുഷ്ടനായ ഹനുമാൻ ഇപ്രകാരം ഉണർത്തിച്ചു: സമുദ്രമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അത്യുന്നതമായ ത്രികൂട പർവ്വതത്തിന്റെ മുകളിലെ ലങ്കാ നഗരം ജീവനിൽ പേടിയില്ലാത്തവർക്ക് കനക വിമാനം പോലെ കാണാൻ കഴിയും. 700 യോജന വിസ്താരമുള്ള നഗരത്തിന്റെ ചുറ്റും പുതിയ കനകമതിലുണ്ട്. 4 ദിക്കിലും 7 നിലകളുള്ള അതിമനോഹരമായ ഗോപുരങ്ങളുണ്ട്. അതിനകത്തായി 7 മതിലുകൾ കാണാം. 7 മതിലുകൾക്കും 14 ഗോപുരങ്ങൾ ഉൾപ്പെടെ ആകെ 28 ഗോപുരങ്ങളുണ്ട്. എല്ലാത്തിന്റെയും ചുറ്റും ആഴമേറിയ കിടങ്ങുകളും യന്ത്രപാലങ്ങളും കാണാം. കിഴക്കേ ദിക്കിലെ ഗോപുരം കാവലിന് 10,000-ഉം, തെക്കേ ഗോപുരത്തിന് 1,00,000-ഉം, പടിഞ്ഞാറേ ഗോപുരത്തിന് 10,00,000-ഉം, വടക്കേ ഗോപുരത്തിന് 1 കോടിയും ശക്തരായ രാക്ഷസന്മാർ കാവലുണ്ട്. 4 ദിക്കിലും കാവൽ നിൽക്കുന്നവരുടെ പകുതി മധ്യഭാഗത്ത് കാവൽ നിൽക്കുന്നു. അന്തപുരം കാവലിനും അത്രയും പേരുണ്ട്. അതിലിരട്ടിയിലുണ്ട് കാര്യലോചന മന്ദിരത്തിന്റെ കാവൽക്കാർ. സ്വർണ്ണ നിർമ്മിതമായ ഭക്ഷണശാല, നാടകശാല, കുളിപ്പുര, മദ്യശാല എന്നിങ്ങനെ ലങ്കയിൽ വിവിധ രീതിയിൽ അലങ്കാരങ്ങളോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന മന്ദിരാദികളെ കുറിച്ച് വർണ്ണിക്കാൻ അനന്തന് പോലും കഴിയുകയില്ല. ആ നഗരം മുഴുവൻ ഞാൻ ദേവിയെ അന്വേഷിച്ചു. ഒടുവിൽ എന്റെ പിതാവിന്റെ നിയോഗമനുസരിച്ച് മനോഹരമായ പൂങ്കാവനത്തിൽ സീതാദേവിയെ കണ്ടെത്തി വണങ്ങി. അങ്കുലിയം നൽകി ചൂടാരത്നവും വാങ്ങി. അടയാളവാക്യവും കേട്ടുകൊണ്ട് യാത്ര പറഞ്ഞ് ഞാൻ ഒരു അവിവേകം കൂടി കാണിച്ചു. ഉദ്യാനം അടിച്ചു തകർത്ത് കാവൽക്കാരായ രാക്ഷസന്മാരെയെല്ലാം നിമിഷത്തിനകം കൊന്നു. തുടർന്ന് എന്നോട് യുദ്ധത്തിന് വന്ന രാവണപുത്രനായ അക്ഷകുമാരനെ വധിച്ചു. ചുരുക്കത്തിൽ ലങ്കയിൽ ഉണ്ടായിരുന്ന സൈന്യത്തിന്റെ 4/1 ഞാൻ കൊന്നു. അനന്തരം രാവണനെ കണ്ട് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു. ക്രുദ്ധനായ രാവണൻ വേഗം ഇവനെ കൊല്ലുവിനെന്ന് കിങ്കരന്മാരോട് ആജ്ഞാപിച്ചു. അത് കേട്ട് എന്നെ വധിക്കാൻ വന്നവരോടും ജ്യേഷ്ഠനായ രാവണനോടും വിഭീഷണൻ പറഞ്ഞു: പ്രശസ്തമായ രാജധർമ്മങ്ങൾ അറിയാവുന്നവരാരും ദൂതന്മാരെ വധിക്കാറില്ല. ഇവനെ കൊല്ലാതെ ഒരടയാളമുണ്ടാക്കി മടക്കി അയക്കുന്നതാണ് നല്ലത്. ഉടനെ വാലിൽ തീ കൊളുത്താൻ രാവണൻ രാക്ഷസന്മാരോട് ആജ്ഞാപിച്ചു. അവർ എണ്ണയിൽ തുണി നനച്ച് എന്റെ വാലിൽ തീ കൊളുത്തി. ആ തീ കൊണ്ട് ഞാൻ 200 യോജന വിസ്താരമുള്ള ലങ്കാനഗരം വളരെ വേഗം ചുട്ടുകരിച്ചു.
അങ്ങയുടെ അനുഗ്രഹത്താൽ ലങ്കയിലെ 4/1 സൈന്യത്തെയും ഞാൻ നശിപ്പിച്ചു. ഇനി ഒന്നുകൊണ്ടും വൈകുന്നത് നല്ലതിനല്ല. നമുക്ക് വേഗം തിരിക്കാം. കോപത്തോടെ യുദ്ധത്തിന് തയ്യാറായി വലിയ പരാക്രമത്തോടെ മഹത്തായ യുദ്ധയാത്ര തുടങ്ങാം. അല്ലയോ പങ്കജാക്ഷനും പരമാത്മസ്വരൂപനുമായ രാമചന്ദ്ര പ്രഭു! അസംഖ്യം വാനര സൈന്യത്തോടുകൂടി ആശങ്ക കൂടാതെ സമുദ്രം കടന്ന് രാവണ കിങ്കരന്മാരെയെല്ലാം അതിവേഗം കാലദൂതന്മാർക്ക് കൊടുത്ത് രാവണന്റെ അഹങ്കാരവും തീർത്ത് യുദ്ധാവസാനത്തിൽ ദേവിയെ കൂട്ടിക്കൊണ്ടുപോരാം. ഹനുമാന്റെ വാക്കുകൾ ബഹുമാനപൂർവ്വം കേട്ടിട്ട് സന്തുഷ്ടനായ ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, ഇപ്പോൾ യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റിയ മുഹൂർത്തമാണ്. ഉത്രം നക്ഷത്രം വിജയപ്രദവുമത്രേ. അതിനാൽ ഉത്സാഹത്തോടെ യുദ്ധത്തിന് പുറപ്പെടാം. രാക്ഷസന്മാരുടെ ജന്മനക്ഷത്രം മൂലമാകയാൽ അതവർക്ക് നാശമുളവാക്കുകയും ചെയ്യും. എന്റെ വലതുകണ്ണ് തുടിക്കുന്നുണ്ട്. ഇങ്ങനെ സകല ലക്ഷണങ്ങളും നമുക്ക് വിജയപ്രദമാണ്. മഹാശക്തനും സേനാനായകനുമായ നീലൻ സൈന്യങ്ങളെ സംരക്ഷിക്കണം. മുന്നണിയും പിന്നണിയും മധ്യഭാഗവും ഇരുപാർശ്വങ്ങളും പരിപാലിക്കുന്നതിന് വീരന്മാരായ വാനരന്മാരെ നിയോഗിക്കണം. രംഭൻ, പ്രമാദി തുടങ്ങിയ പ്രമുഖന്മാർ മുമ്പിൽ നടക്കട്ടെ. ഹനുമാന്റെ തോളിൽ കയറി ഞാനും എന്റെ പിന്നിൽ അംഗദന്റെ ചുമലിൽ കയറി ലക്ഷ്മണനും സഞ്ചരിക്കണം. എന്റെ സമീപം എന്നെ പിരിയാതെ സദാ സുഗ്രീവൻ ഉണ്ടായിരിക്കണം. തൊട്ടു പിന്നാലെ വീരന്മാരായ മറ്റു വാനരന്മാരും പുറപ്പെടുക. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, ശിവന് തുല്യനായ മൈന്ദൻ, വിവിധൻ, ബ്രഹ്മപുത്രനായ ജാബവാൻ, സുഷേണൻ, പൊക്കമുള്ള നളൻ, ശതബലി, താരൻ എന്നീ പ്രശസ്തരായ വാനരശ്രേഷ്ഠന്മാരും അസംഖ്യം ഭടന്മാരും ഒട്ടും വൈകാതെ പുറപ്പെടുക. വഴിയിലാർക്കും ഒരു വിഷമവും ഉണ്ടാകരുത്. ഇങ്ങനെ അരുളി ചെയ്തിട്ട് വാനര സൈന്യത്തിന്റെ മധ്യത്തിലായി ലക്ഷ്മണ സമേതനായ ശ്രീരാമൻ യാത്രയാരംഭിച്ചു. നക്ഷത്രമണ്ഡല മധ്യത്തിൽ ചന്ദ്രനും ആകാശമധ്യത്തിൽ സൂര്യനും എന്ന പോലെ ലോകനാഥന്മാർ ശോഭിച്ചു. ആർത്തു വിളിച്ചും കളിച്ചും വാനര സൈന്യം രാക്ഷസ രാജാവിന്റെ രാജ്യമായ ലങ്കയെ ലക്ഷ്യമാക്കി സസന്തോഷം അതിവേഗം നടന്നു. രാത്രിയിൽ നിറഞ്ഞു പരന്ന് സഞ്ചരിക്കുന്ന വാനര സമൂഹം സമുദ്രം നടന്നെടുക്കുന്ന തോന്നലുളവാക്കി. പർവ്വത ശരീരികളായ വാനരന്മാർ ചാടിയും ഓടിയും കാടുകളിൽ കയറി കായ്കനികൾ ഭക്ഷിച്ചും കാടുകളും പർവ്വതങ്ങളും നദികളുമെല്ലാം പിന്നിട്ട് ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്തുള്ള മഹേന്ദ്ര പർവ്വതത്തിന്റെ സമീപത്ത് എത്തിച്ചേർന്നു. ഹനുമാന്റെ ചുമലിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ താഴെ ഇറങ്ങി. അംഗദന്റെ തോളിൽ നിന്ന് ലക്ഷ്മണൻ ഇറങ്ങി ജ്യേഷ്ഠനെ വണങ്ങി നിന്നു. രാമലക്ഷ്മണന്മാരും വാനരവീരരും കടൽ തീരത്തെത്തിയപ്പോൾ സൂര്യൻ പടിഞ്ഞാറേ കടൽ തീരത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, ഇനി ജലതർപ്പണം ചെയ്ത് സന്ധ്യാവന്ദനം നടത്തിയിട്ട് കടൽ കടക്കാനുള്ള വഴി വീരന്മാരോട് ആലോചിച്ച് കണ്ടെത്തണം. അഗ്നിപുത്രനായ നീലൻ മുതലായവർ വാനര സൈന്യത്തെ സംരക്ഷിച്ചു കൊള്ളണം. മായാവികളായ രാക്ഷസന്മാർ രാത്രി ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീരാമൻ സന്ധ്യാവന്ദനം നടത്തിയതിനു ശേഷം പർവ്വതത്തിന്റെ മുകളിൽ വസിച്ചു. വാനരന്മാർ സമുദ്രം കണ്ടു ഭയന്നു. മുതലകൾ, നീർച്ചുഴികൾ, ശക്തിയായ കടലൊഴുക്ക് എന്നിവ കൊണ്ടും ഭയങ്കരവും ഉഗ്രമായ ശബ്ദമുള്ളതും പൊക്കമേറിയ തിരമാലകൾ വന്നടിക്കുന്നതുമായ ഈ കടൽ ആർക്കും കടക്കാൻ കഴിയുകയില്ല. ഇത്ര ഭയങ്കരമായ ഈ സമുദ്രം കടന്ന് രാവണനെ എങ്ങനെ വധിക്കാൻ കഴിയും? ഇതാലോചിച്ച് തളർന്ന കവികൾ ശ്രീരാമന്റെ സമീപം വസിച്ചു. ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി. ലോകരെ അനുകരിക്കാൻ വേണ്ടി സുന്ദരിയായ സീതയെക്കുറിച്ച് ആലോചിച്ച് ദുഃഖം ഭാവിച്ച് ശ്രീരാമൻ വിലപിക്കാൻ തുടങ്ങി. ദുഃഖം, സന്തോഷം, ഭയം, കോപം, ലോഭം മുതലായവ, സൗഖ്യം, മതം, മോഹം, കാമം, ജനനം ആദിയായവും അജ്ഞാനത്തിന്റെ അടയാളങ്ങളാണ്. ഇവയെല്ലാം ജ്ഞാനസ്വരൂപിയായ ചിതാത്മാവിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നാലോചിച്ചാൽ ദേഹാഭിമാനമുള്ളവർക്കാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് കാണാൻ കഴിയും. ദശരഥപുത്രന്മാരായ രാമലക്ഷ്മണന്മാരും സുഗ്രീവൻ തുടങ്ങിയ വാനരന്മാരും സമുദ്രത്തിന്റെ വടക്കേ തീരത്ത് വന്ന് കടൽ പോലെ പരന്നു. 3 ലോകവും ജയിച്ചു കീഴടക്കി ലങ്കയിൽ വാഴുന്ന രാവണൻ തന്റെ മന്ത്രിമാരെയെല്ലാം അപ്പോൾ മന്ത്രശാലയിൽ വിളിച്ചുകൂട്ടി. ദേവന്മാർക്കോ അസുരന്മാർക്കോ പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഹനുമാൻ ചെയ്തത് ആലോചിച്ച് ലജ്ജിതനായ രാവണൻ എല്ലാ വിവരങ്ങളും മന്ത്രിമാരോട് പറഞ്ഞു. ഹനുമാൻ ഇവിടെ വന്നു ചെയ്ത പ്രവർത്തികൾ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ആർക്കും കടന്നു വരാൻ കഴിയാത്ത ലങ്കയിൽ ഒരു വാനരൻ കടന്നു വന്ന് സീതയെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിഷ്പ്രയാസം ഇവിടുത്തെ ഉദ്യാനമെല്ലാം നശിപ്പിച്ചു. വളരെ രാക്ഷസന്മാരെ കൊന്നു. എന്റെ പുത്രനായ അക്ഷകുമാരനെ വധിച്ചു. ലങ്ക ചുട്ടുകരിച്ചു. അനന്തരം അവൻ അനായാസം കടൽ കടന്നുപോയി. ഇതോർത്ത് എനിക്ക് വളരെ നാണക്കേട് തോന്നുന്നു. ഇപ്പോൾ ശ്രീരാമൻ വാനരസേനയുമായി സമുദ്രതീരത്തെത്തി തമ്പടിച്ചിരിക്കുന്നു. ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് പറയണം. കാര്യലോചന വിദഗ്ധനായ നിങ്ങളുടെ ഉപദേശം കേട്ടതുകൊണ്ട് എനിക്ക് ഇന്ന് വരെ ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല. അതിനാൽ നിങ്ങൾ ആലോചിച്ച് വേണ്ടത് വൈകാതെ പറയുവിൻ. നിങ്ങൾ എന്റെ കണ്ണുകളാണ്. എനിക്ക് നിങ്ങളോട് അചഞ്ചലമായ സ്നേഹമുണ്ട്. രാവണന്റെ ഇംഗിതം മനസ്സിലാക്കിയ രാക്ഷസന്മാർ പറഞ്ഞു,
ആലോചിച്ചിടത്തോളം ഇന്ന് ഇപ്രകാരം ഒരു കാര്യലോചന ഉണ്ടായത് നല്ലത് തന്നെ. ലോകം മുഴുവൻ ജയിച്ചു കീഴടക്കിയ അങ്ങേക്ക് ഇങ്ങനെ ഒരു മനോവിഷമം ഉണ്ടാകാൻ എന്താണ് കാരണം? മനുഷ്യനായ രാവനിൽ നിന്ന് ഭയമുണ്ടായത് തന്നെ അത്ഭുതകരമായിരിക്കുന്നു. ദേവേന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ച് ബന്ധനസ്ഥനാക്കി ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന് പ്രശസ്തമായ കീർത്തി കൈവരിച്ചത് അങ്ങയുടെ മകനായ മേഘനാഥനാണെന്ന കാര്യം ഓർക്കുക. പണ്ട് കുബേരനെ പോരിൽ ജയിച്ചിട്ട് പുഷ്പക വിമാനം നേടിയതും അത്ഭുതകരം തന്നെ. കാലനെ പോരിൽ ജയിച്ച അങ്ങേക്കുണ്ടോ കാലദണ്ഡത്തെക്കുറിച്ച് ഭയം? ഹുങ്കാരം കൊണ്ട് മാത്രം വരുണനെ ജയിച്ച ആളാണ് അങ്ങ്. മറ്റുള്ള ദേവന്മാരുടെ കാര്യം പറയാനുണ്ടോ? അങ്ങേക്ക് ശത്രുക്കളായി മറ്റാരാണുള്ളത്? മഹാസുരനായ മയം ഭയന്ന് തന്റെ മകളെ അങ്ങേക്ക് നൽകിയില്ലേ? അസുരന്മാർ അങ്ങേക്ക് കപ്പം തരുന്നു, പിന്നെ മനുഷ്യരുടെ കാര്യം പറയണമോ? കൈലാസപർവം കുത്തിയെടുത്ത് അമ്മാനമാടിയത് കാരണം ശ്രീ പരമേശ്വരൻ അവിടത്തേക്ക് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയില്ലേ? അങ്ങനെയുള്ള അങ്ങ് ഇപ്പോൾ ദുഃഖിതനാകുവാൻ എന്താണ് കാരണം? 3 ലോകങ്ങളിലുള്ളവരും അങ്ങയുടെ ശക്തി കണ്ട് ഭയപ്പെട്ട് കഴിയുന്നു. ഹനുമാൻ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വീരന്മാരായ നമുക്ക് നാണം തോന്നുന്നു. നാം അല്പം ഉപേക്ഷ കാണിച്ചതുകൊണ്ടാണ് ഒരു ഉപദ്രവവും കൂടാതെ അവൻ രക്ഷപ്പെട്ടു പോയത്. ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ജീവനോടെ പോകുകയില്ലായിരുന്നു. ഇങ്ങനെ രാവണനോട് പറഞ്ഞിട്ട് ഓരോരുത്തരും പ്രത്യേകം പ്രതിജ്ഞ ചെയ്തു. അഭിമാനപൂർവം അങ്ങ് ഞങ്ങളിൽ ഒരാളെ കൽപ്പിച്ചയച്ചാൽ മനുഷ്യവർഗത്തെയും വാനരവർഗത്തെയും ഒന്നോടെ നശിപ്പിച്ചിട്ട് വരാം. ഒരു കുരങ്ങൻ കാണിച്ച വികൃതിക്ക് പരിഹാരം കാണാൻ നാം എല്ലാം ഇങ്ങനെ ഒരുമിച്ചുകൂടി ആലോചിക്കുന്നത് തന്നെ നമുക്ക് അപമാനകരമാണ്. പ്രഭോ, ഇക്കാര്യം കൂടി അങ്ങ് ഓർക്കണം. രാക്ഷസന്മാരുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് രാവണന്റെ മനോദുഃഖം അല്പം കുറഞ്ഞു. രാമായണ മാസം 24-ാം ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.